സന്തോഷവും സങ്കടവും ദേഷ്യവും ഭയവും സ്നേഹവുമൊക്കെ മനുഷ്യൻ്റെ സ്വാഭാവിക വികാരങ്ങളാണ്. പക്ഷെ നമുക്ക് ദേഷ്യവും സങ്കടവും വന്നാൽ സാധാരണ എന്താണ് ചെയ്യുന്നത്? ചിലർ പൊട്ടിത്തെറിക്കും, അക്രമകാരികളാകും. ഒരൊറ്റ വികാരത്തിന് മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്നവരുടെ അവസ്ഥ എന്താണെന്ന് കൂടി അറിയണം. കൊല്ലം ശാസ്താംകോട്ടയിൽ സുഹൃത്തിനെ കുത്തിക്കൊലപ്പെടുത്തിയ യുവാവും തിരുവനന്തപുരത്ത് ഫുഡ് ഡെലിവറി ബോയിയെ ആക്രമിച്ച സഹീമും പെട്ടെന്നുള്ള ദേഷ്യത്തിന് പരാക്രമം കാണിച്ചതാണ്. ഇപ്പോൾ രണ്ടുപേരും ജയിലിലായി. ഇത് ഉന്മേഷിൻ്റെയും സഹീമിൻ്റെയും മാത്രം അവസ്ഥയല്ല. ജയിലുകളിൽ കഴിയുന്ന പല തടവുകാരുടെയും ജീവിതം കീഴ്മേൽ മറിഞ്ഞത് ഒരൊറ്റ നിമിഷത്തിൽ തോന്നിയ പകയും ദേഷ്യവുമാണ്. ആ രണ്ട് കേസുകളുമാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. ഒരു നിമിഷത്തിലെ ദേഷ്യവും എടുത്തുചാട്ടവുമാണ് പലരുടെയും ജീവിതം മുഴുവൻ തീരാ കണ്ണീരായി മാറാൻ കാരണം. പ്രത്യേകിച്ചും മദ്യപിച്ചു കഴിഞ്ഞാൽ ആക്രമകാരികളാകുന്നവരുണ്ട്. സ്വന്തം കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്യുന്നവർ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊല്ലം ശാസ്താംകോട്ടയിൽ നടന്ന കൊലക്കേസിലേക്കാണ്. മദ്യപാനത്തിനിടെ ഉണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. കോവൂർ സ്വദേശി ഷിബുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഉന്മേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപാനത്തിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. കോവൂർ സ്വദേശിയായ ഷിബു വേങ്ങ മാമ്പഴമുക്കിൽ 2 വീലർ വർക്ക്ഷോപ്പ് നടത്തി ഉപജീവനം കണ്ടെത്തിയിരുന്നയാളാണ്. കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ഷിബുവിന്റെ അപ്രതീക്ഷിത മരണം ബന്ധുക്കളെയും നാട്ടുകാരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. സംഭവ ദിവസം രാത്രിയിൽ ഉന്മേഷിന്റെ വീടിന് സമീപത്തായിരുന്നു മദ്യപാനം നടന്നത്. ഇതിനിടെയുണ്ടായ ചെറിയ അഭിപ്രായ വ്യത്യാസം പിന്നീട് വാക്കുതർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും വഴിമാറിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മദ്യലഹരിയിലുള്ള തർക്കം രൂക്ഷമായതോടെ ഉന്മേഷ് മൂർച്ചയുള്ള ആയുധമുപയോഗിച്ച് ഷിബുവിനെ ആക്രമിക്കുകയായിരുന്നു. കുത്തേറ്റ ഷിബു നിലത്ത് വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിവരം ലഭിച്ച ഉടൻ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഒളിവിൽ പോകാൻ ശ്രമിച്ച പ്രതി ഉന്മേഷിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. പിക്കപ്പ് ഓട്ടോ ഡ്രൈവറായ ഉന്മേഷ് മുൻപും സമാനമായ കുത്തുകേസിൽ ഉൾപ്പെട്ടിട്ടുള്ളയാളാണെന്ന് പോലീസ് പറയുന്നു. പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലവും സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളും വിശദമായി പരിശോധിച്ചു വരികയാണ്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ചിലർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. ഒരു നിമിഷത്തെ പ്രകോപനവും മദ്യലഹരിയിലുണ്ടായ നിയന്ത്രണം നഷ്ടപ്പെടലുമാണ് ഒരു ജീവനെടുക്കാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കേസിൽ അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കൊല്ലം. ഒട്ടും ക്ഷമയില്ലാത്തവരാണ് മലയാളികൾ. ഒരു ഹോട്ടലിൽ പോയി ഫുഡ് ഓർഡർ ചെയ്താൽ ഉടൻ തന്നെ കിട്ടണം. ഓൺലൈനിൽ ഭക്ഷണം ബുക്ക് ചെയ്താലും ഉടനടി എത്തിച്ചില്ലെങ്കിൽ പ്രകോപിതരാകും. പല ഹോട്ടലുകളിലും ഉണ്ടാകുന്ന തർക്കങ്ങൾക്കും കാരണം ഇതാണല്ലേ. തിരുവനന്തപുരത്ത് ഓൺലൈൻ വഴി ഭക്ഷണം എത്തിക്കാൻ വൈകിയെന്ന് പറഞ്ഞ് ഡെലിവറി ബോയിയെ മർദ്ദിച്ച ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടു. അമ്പൂരി സ്വദേശി ജിതിന് നേരെയായിരുന്നു ക്രൂരമായ ആക്രമണം. സംഭവത്തിൽ പ്രതി സഹീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തത്. ഇതിന് പിന്നാലെ സംഭവം പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്.
ചൊവ്വാഴ്ച രാവിലെ 11:30 ഫുഡ് ഡെലിവറി ജീവനക്കാരന് നേരെ ആക്രമണം ഉണ്ടായത്. ഭക്ഷണം നൽകാനായി എത്തിയപ്പോഴാണ് സംഭവം. അമ്പൂരി സ്വദേശി ജിതിനാണ് മർദ്ദനമേറ്റത്. ഭക്ഷണം എത്തിക്കാൻ വൈകിയെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനമെന്ന് ജിതിൻ പറഞ്ഞു. റെസ്റ്റോറൻറ്റിൽ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് സാധനം കിട്ടിയ സാധനം 5 മിനിറ്റ് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അത് ഡിലേ ആയതുകൊണ്ട് 15 മിനിറ്റ് ഇവിടെ നിൽക്ക്, അത് കഴിഞ്ഞ് അതെന്ന് പറഞ്ഞ് വാതിലടച്ച് വാതിൽ തട്ടിയിട്ട് ഞാൻ അവരോട് പൈസ തരാൻ പറഞ്ഞു. അവർ നീ 15 മിനിറ്റ് നിൽക്കടാ എന്ന് പറഞ്ഞ് തെറി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും തള്ളായി. അത് എന്നെ അങ്ങോട്ട് പിടിച്ച് വലിച്ചു. ഞാൻ സ്ലിപ്പായി അവരുടെ ബെഡിലോട്ട് വീണു. റൂമാണ്, വാതിൽ തുറന്നിട്ടുള്ള ബെഡാണ് കാണുന്നത്. ഇവിടെ വീണപ്പം കൈ കൊണ്ട് കഴുത്തിൽ പിടിച്ചിട്ട് അയൺ ബോക്സ് വെച്ച് തലക്കടിച്ചു. അത് അടിച്ചപ്പോൾ ഞാൻ തള്ളി മാറ്റിയിട്ട് ഇറങ്ങി ഓടുകയാണ്. ജിതിന്റെ തലയിൽ 7 തുന്നലുകളുണ്ട്. പണം നൽകില്ലെന്നും വൈകി അത്രയും സമയം കാത്തു നിൽക്കണമെന്നും ആവശ്യപ്പെട്ടതോടെയാണ് തർക്കമുണ്ടായത്. ഇതോടെ പ്രതി സഹീം ഇസ്തിരിപ്പെട്ടികൊണ്ട് തലയിൽ ഇടിക്കുകയായിരുന്നു. ജിതിന്റെ പരാതിയിൽ പേരുക്കട പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി സഹീം അറസ്റ്റിലായത്. വധശ്രമത്തിനാണ് പ്രതിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ജിതിനാണ് തന്നെ മർദ്ദിച്ചതെന്ന് ആരോപിച്ച് സഹീം പരാതി നൽകിയിട്ടുണ്ട്. ജിതിൻ തന്നെ പണം കട്ടു എന്നും പ്രതി ആരോപിച്ചു. എന്നാൽ ഇത് കളവാണെന്ന് പോലീസിന് ബോധ്യമായി. 1 ലക്ഷം രൂപ ജിതിന് കൊടുത്ത് ഒത്തുതീർപ്പാക്കാനും ശ്രമമുണ്ടായി. ന്യൂസ് 18 തിരുവനന്തപുരം. എത്ര വലിയ രാഷ്ട്രീയ നേതാവാണെങ്കിലും ജനപ്രതിനിധിയാണെങ്കിലും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ഒരു കുറ്റം ചെയ്ത ശേഷം നിയമത്തെയോ നിയമ സംവിധാനങ്ങളെയോ വെല്ലുവിളിക്കാൻ രാഷ്ട്രീയക്കാർക്ക് ആരാണ് അധികാരം തന്നിരിക്കുന്നത്? തിരുവനന്തപുരത്ത് വധശ്രമ കേസിൽ അറസ്റ്റിലായ BJP കൗൺസിലർ സുഗന്ധന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. കോടതി ജാമ്യം നിഷേധിച്ച ശേഷം പോലീസിന് മുന്നിൽ കീഴടങ്ങാതെ അയാൾ നിയമത്തെ വെല്ലുവിളിച്ചു. അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. അണികളെ രംഗത്തിറക്കി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഒടുവിൽ ആകാശത്തേക്ക് വെടിവെച്ച ശേഷമാണ് പ്രതി സുഗതനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ സുഗതനെ 1-ാം പ്രതിയാക്കി കേസുമെടുത്തിട്ടുണ്ട്. അതേസമയം വീട്ടിലെത്തിയ പോലീസ് പ്രായപൂർത്തിയാകാത്ത മകനെ അടക്കം ഉപദ്രവിച്ചതായി കുടുംബം ആരോപിക്കുന്നു. കഴിഞ്ഞ മാസം വട്ടിയൂർക്കാവിനടുത്തുള്ള ക്ഷേത്ര ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ സുഗതൻ പ്രതിയായിരുന്നു. ഈ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ 7-ാം തീയതി ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ വട്ടിയൂർക്കാവ് SHOയ്ക്ക് മുന്നിൽ കീഴടങ്ങേണ്ടതായിരുന്നു. എന്നാൽ സുഗതൻ പോലീസിന് മുൻപിൽ ഹാജരായില്ല. ഇതേ തുടർന്നാണ് വട്ടിയൂർക്കാവ് പോലീസ് സുഗതനായുള്ള അന്വേഷണം ഊർജിതമാക്കിയത്. സുഗതൻ വട്ടിയൂർക്കാവ് CPT ജംഗ്ഷനിലെ വീട്ടിലുണ്ടെന്നറിഞ്ഞ് ചൊവ്വാഴ്ച രാത്രി പോലീസ് സ്ഥലത്തെത്തി. SHO വിഭിന്ന നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട് വളഞ്ഞാണ് അറസ്റ്റിന് ശ്രമിച്ചത്. സുഗതന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് നടപടികൾ എതിർത്ത് രംഗത്തെത്തി. തുടർന്ന് സുഗതനെ പിടികൂടാൻ ശ്രമിക്കുമ്പോഴാണ് BJP പ്രവർത്തകരും നാട്ടുകാരിൽ ചിലരുമെത്തി പോലീസിനെ തടയാൻ ശ്രമിച്ചത്. ഈ സമയത്താണ് SHO വിപിൻ ആകാശത്തേക്ക് വെടിവെച്ച് സ്ഥലത്ത് തടിച്ചുകൂടിയവരെ പിന്തിരിപ്പിച്ചത്. തുടർന്ന് സുഗതനെ കസ്റ്റഡിയിലെടുത്ത് ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. പിന്നീട് കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ചു. നേരത്തെ തന്നെ പല ക്രിമിനൽ കേസുകളിലും പ്രതിയായിരുന്ന സുഗതൻ റൌഡി ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്. കാപ്പ ചുമത്തുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് BJP സുഗതനെ വാഴോട്ടുകോണത്തെ സ്ഥാനാർത്ഥിയാക്കുന്നത്.
തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം വട്ടിയൂർക്കാവിൽ പോലീസും BJP പ്രവർത്തകരും തമ്മിൽ പലതവണ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. SHO വിപിനെതിരെ BJP വലിയ സമരവും സംഘടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് വിപിൻ അവധിയിൽ പ്രവേശിച്ചു. പിന്നീട് അവധി കഴിഞ്ഞെത്തിയപ്പോഴാണ് സുഗതനെതിരെയുള്ള ഹൈക്കോടതി വിധി വരുന്നത്. പോലീസിനെ ആക്രമിച്ച കേസിലും സുഗതൻ ഒന്നാം പ്രതിയാണ്. രണ്ടാം പ്രതി സഹോദരൻ സന്ദീപും ഒപ്പം കണ്ടാലറിയാവുന്ന മറ്റ് 3 പ്രതികൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത മകനെ അടക്കം പോലീസ് ഉപദ്രവിച്ചതായാണ് സുഗതന്റെ ആരോപണം. 2 ദിവസം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവരെന്റെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തു. ഇന്ന് കോടതി ഹൈക്കോടതിയിൽ അതിന് നമ്പറിട്ട് കേസ് കിടക്കുമ്പോൾ എന്റെ വീട്ടിൽ വെടിവെച്ചു വരും. എന്റെ കൊച്ചിനെ മയനായിട്ട് കൊച്ചിനെ അടിക്കുകയും ചെയ്തു. പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നുവെന്നും അത് മറികടക്കാനാണ് ആകാശത്തേക്ക് വെടിവെച്ചതെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. പോലീസുകാർ ആക്രമിച്ചെന്ന പ്രതിയുടെ ഭാര്യയുടെ പരാതിയടക്കം പരിശോധിക്കുമെന്നും കമ്മീഷണർ. പ്രതിയെ പിടിക്കാൻ പോയ സ്ഥലത്തിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വട്ടിയൂർക്കാവ് ഇൻസ്പെക്ടർ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് എയറിൽ ഒരു റൗണ്ട് ഫയർ ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ACP അടുത്തുനിന്ന്. അപ്പോൾ പിന്നെ പ്രതിയെ പിടിക്കുകയും മെഡിക്കൽ നടത്തി പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാനിപ്പോൾ അറ്റ് പ്രസന്റ് മനസ്സിലാക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ട ഇലന്തൂർ എന്ന കൊച്ചു ഗ്രാമത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് നരബലി കേസാണ്. അങ്ങനെ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. ആ നാട്ടിൽ നിന്ന് ഒരാളെ കാണാനില്ല എന്ന പരാതി കേട്ടാൽ സ്വാഭാവികമായും പല സംശയങ്ങളും ആശങ്കയും ഉണ്ടാകും. ഇലന്തൂരിന് സമീപം വാരിയാപുരത്ത് നിന്ന് 10 ദിവസം മുൻപാണ് ഷിബു എന്ന യുവാവിനെ കാണാതായത്. തടിപ്പണിക്കായി വീട്ടിൽ നിന്ന് പോയതാണ്. ദുരൂഹതയുണ്ടെന്ന കുടുംബത്തിന്റെ പരാതിയിൽ ആറന്മുള പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഷിബുവിന്റെ സ്കൂട്ടർ കണ്ടെത്തിയെങ്കിലും മറ്റു സൂചനകളൊന്നും ലഭ്യമായിട്ടില്ല. ാരൻ ഷിബുവിന്റെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. തട്ടുപണിക്കാരനായ ഷിബു മെയ് 31-നാണ് വീട്ടിൽ നിന്നും പോകുന്നത്. പിന്നീടൊരു വിവരവുമില്ല. സ്കൂട്ടർ വലിയാപുരം ഭാഗത്ത് റോഡിൽ നിന്ന് കണ്ടെത്തി. കാണാതാകും മുമ്പ് മൊബൈൽ ഫോണും കേടുവന്നിരുന്നു. അതിനാൽ കുടുംബത്തിന് പിന്നീട് ഒരു വിവരവും ലഭ്യമല്ല. 31 ഞായറാഴ്ച രാവിലെ 7 മണിയായപ്പം ജോലിക്കായിട്ട് വീട്ടിൽ നിന്ന് പോയതാണ്. അന്നാണ് നമ്മൾ അവസാനമായിട്ട് കാണുന്നത്. കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ വീട്ടിൽ അന്വേഷിച്ച് വരുവാണ് രാവിലെ 7 മണിയായപ്പം. അപ്പം മോളാണ് കാണുന്നത്. അപ്പം മോളോട് ചോദിച്ചു അച്ഛൻ എവിടെയെന്ന്. അപ്പോൾ പറഞ്ഞു ഇന്നലെ പണിക്ക് പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 7 മണിയാകുമ്പോഴത്തേന് പണിക്ക് വരാനെ കൊണ്ട് വാരിയാപുരത്ത് എത്താമെന്നാണ് പുള്ളിയോട് പറഞ്ഞ്. ഇതുവരെ 2-3 ദിവസം കൊണ്ട് പണിക്ക് വിളിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ വന്നില്ലെന്ന് പറഞ്ഞ് പുള്ളി തിരിച്ചുപോയി. അപ്പം ഞങ്ങൾ വിചാരിച്ചു പുള്ളി പോയ വഴിക്കാൻ കാണും, ഷിബോണിനെ കണ്ടു കാണും, ആ പുള്ളിയോടൊപ്പം പണിക്ക് പോയെന്നാണ് വിചാരിച്ചത്. ഞായറാഴ്ച 9:30 തിങ്കളാഴ്ച 9:30 ആയപ്പോഴത്തേനും ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല. നമുക്ക് വിളിച്ചു ചോദിക്കാൻ ആളുടെ കയ്യിൽ ഒരാഴ്ചയായിട്ട് ഫോൺ ഇല്ലായിരുന്നു. തലേ ദിവസം പണിക്ക് വിളിക്കാൻ വന്ന ആളെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പം പറഞ്ഞു ഇതുവരെ ഞാനും കണ്ടിട്ടില്ല, ഒരറിവും ഇല്ല. ഞായറാഴ്ച രാത്രി ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഷിബു ഉണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. സുഹൃത്തിനെ വിശദമായി ചോദ്യം ചെയ്തു. സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലടക്കം പരിശോധന നടത്തി. എന്നാൽ ഒരു തുമ്പും കിട്ടിയില്ല. ഭാര്യയും 2 മക്കളും അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് ഷിബുവിന്റെ കുടുംബം. ന്യൂസ് 18 പത്തനംതിട്ട. ഒരു കേസോ അറസ്റ്റോ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളോ പുറത്തു വന്നാൽ അതൊരാൾക്കും സഹിക്കാൻ കഴിയാത്ത കാര്യമാണല്ലേ. അങ്ങനെയെങ്കിൽ ലഹരി കേസ് പ്രതികൾക്കൊപ്പം നമ്മുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നാലോ? അതും ചെയ്യാത്ത കുറ്റത്തിന് സ്വാഭാവികമായും ചങ്ക് തകർന്നു പോകാം, മാനഹാനിയും നാണക്കേടും ഉണ്ടാകാം. കൊച്ചിയിൽ ലഹരി കേസിൽ സാക്ഷിയായ യുവതിയുടെ ദൃശ്യങ്ങൾ പ്രതികൾക്കൊപ്പം മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പ്രചരിച്ച സംഭവം ആരുടെ വീഴ്ചയാണ്? ഈ മാസം 5-ന് എക്സൈസിന്റെ ലഹരി പരിശോധനയ്ക്ക് ശേഷം പുറത്തുവന്ന വീഡിയോയിലാണ്
സാക്ഷിയായ യുവതിയുടെ ദൃശ്യവും ഉൾപ്പെട്ടത്. കടുത്ത മാനസിക സംഘർഷം നേരിട്ട യുവതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. എക്സൈസിന്റെ ഭാഗത്തു നിന്ന് മനഃപൂർവ്വം വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. ലഹരിക്കെതിരെയുള്ള എക്സൈസിന്റെ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ ജൂൺ 5-ന് ഇടപ്പള്ളിയിലെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു യുവതി ഉൾപ്പെടെ 3 പേർ രാസലഹരിയുമായി പിടിയിലായിരുന്നു. ഇവരിൽ നിന്ന് വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന 110 ഗ്രാം MDMAയും പിടികൂടി. മാധ്യമങ്ങൾക്ക് നൽകാനായി എക്സൈസ് സംഘം പകർത്തിയ ലഹരി വേട്ടയുടെ മൊബൈൽ ദൃശ്യങ്ങളിലാണ് സാക്ഷിയായ ഹോട്ടൽ മാനേജറായ യുവതിയും ഉൾപ്പെട്ടത്. സാക്ഷിയായി ഒപ്പിടുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ യുവതി കടുത്ത മാനസിക സംഘർഷത്തിലായി. എക്സൈസിനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് യുവതി പരാതി നൽകിയിരിക്കുകയാണിപ്പോൾ. യുവതിയുടെ പരാതി ലഭിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. ഇത് ബന്ധത്തിലുള്ളത് തെറ്റാണ്. ഇത് നമുക്ക് എല്ലാവർക്കും നോക്കേണ്ടിയാണ്. അത് അവർ സാക്ഷിയാനാണ് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് കറക്റ്റ് ആൾസോ. പിന്നെ ചില മീഡിയയിൽ എവിടെ വന്നതാണ് അതൊക്കെ വിഷമമായത്. അത് നമുക്കുള്ള എല്ലാവർക്കും മീഡിയയും എല്ലാവരും റെസ്പോൺസിബിലിറ്റി എടുക്ക വേണ്ടിയതാണ്. വി ആർ ലൈക്ക് ആസ് എ സൊസൈറ്റി യു ഷുഡ് നോട്ട് പുട്ട് സംബഡി ഇൻ ടു ദാറ്റ് പോയിന്റ് ഓഫ് നിങ്ങൾ അപ്പം നമുക്ക് മീഡിയയിലെ പ്രചരിപ്പിക്കരുത്. അതുകൊണ്ടാണ് വെനെവർ വിക്ടിമുടെ നോട്ട് ഓൺലി വിക്ടിം ആൻഡ് അക്യൂസ് റൈറ്റ്. സോ വി ഷുഡ് ബി സെൻസിബിൾ. അതാണ് ഞാൻ പറയാം. അത് തെറ്റായിട്ട് പോയിട്ടുള്ള വിഷ്വലാണ്. അതാണ് ഇപ്പം നാം മനസ്സിലാക്കുന്നത്. അവർ നമുക്ക് പറഞ്ഞു, പിന്നെ നമുക്ക് മീഡിയ സുഹൃത്തുക്കളോട് പറഞ്ഞു, അത് വേറെ ഓൺലൈനിൽ എവിടെയും ഉണ്ടെങ്കിൽ മാറ്റാൻ പറഞ്ഞു. സോ അത് നമുക്കൊരു അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്. ബാക്കി അത് എങ്ങനെ ചെയ്തിട്ടുണ്ട് നടന്നിട്ടുണ്ട് അത് ഫ്യൂച്ചറിൽ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ നോക്കും. എക്സൈസിന്റെ ഭാഗത്തു നിന്ന് മനഃപൂർവ്വം വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് കമ്മീഷണർ വ്യക്തമാക്കുമ്പോഴും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് യുവതിയുടെയും കുടുംബത്തിന്റെയും തീരുമാനം. മയക്കുമരുന്ന് കേസിൽ പ്രതിയെന്ന രീതിയിൽ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ കടുത്ത മാനസിക സംഘർഷത്തിലാണ് യുവതിയും കുടുംബവും. ന്യൂസ് 18 കൊച്ചി. അവിഹിത കഥകൾ പറഞ്ഞെന്നും ജാതീയമായി അധിക്ഷേപിച്ചെന്നുള്ള പരാതികൾ നിയമപരമായി നിലനിൽക്കുമോ? 2 പേർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കുന്നതിനപ്പുറം പരാതിയും കേസുമൊക്കെ അങ്ങേറ്റം നാണക്കേടല്ലേ? താരസംഘടനയായ അമ്മയിലെ തർക്കത്തിൽ അൻസിബ് നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്നാണ് പോലീസ് റിപ്പോർട്ട്. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ വനിതാ SIക്കെതിരെയും നടി ലക്ഷ്മിപ്രിയക്കെതിരെയും അൻസിബ് നൽകിയ പരാതിയിൽ കേസെടുക്കാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി തൃക്കാക്കര ACP കൊച്ചി കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി. ടിനി ടോമിനെതിരെ അൻസിബ് നൽകിയ പരാതിയിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച് തുടർ നടപടി എടുക്കുമെന്നും പോലീസ് അറിയിച്ചു. ഫോണിലേക്ക് അയച്ചൊരു സന്ദേശത്തിന്റെ പേരിൽ കുടുംബത്തിൽ വൻ പ്രശ്നമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി ലക്ഷ്മിപ്രിയ പോലീസിനെ സമീപിച്ചെന്നും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പരാതിയിൽ തൃപ്പൂണിത്തുറ പോലീസ് 3 മണിക്കൂറോളം തന്നെ സ്റ്റേഷനിൽ പിടിച്ചിരുത്തി മാനസികമായി പീഡിപ്പിച്ചുവെന്നും ഒടുവിൽ മാപ്പെഴുതി വാങ്ങിയിട്ടാണ് വിട്ടയച്ചതെന്നുമായിരുന്നു അൻസിബയുടെ പരാതി. ജനുവരിയിൽ നടന്ന സംഭവത്തിൽ 4 മാസത്തിനിപ്പുറം അമ്മയിൽ നിന്നും രാജിവെച്ച ശേഷമാണ് അൻസിബ പോലീസിനെ സമീപിച്ചത്. തൃക്കാക്കര ACP നേരിട്ട് അന്വേഷിച്ച സംഭവത്തിൽ ആദ്യം അൻസിബയെയും തുടർന്ന് ലക്ഷ്മിപ്രിയയെയും വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഒടുവിൽ ACP പരാതിയിൽ കഴമ്പില്ലെന്ന് ചൂണ്ടിക്കാട്ടി കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയത്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് സ്റ്റേഷനിലെ വനിതാ SI രേഷ്മ അൻസിബയോട് മോശമായി പെരുമാറിയിട്ടില്ല, വിവരങ്ങൾ ചോദിച്ചറിയുകയാണ് ചെയ്തത്. 1 മണിക്കൂർ മാത്രമാണ് അൻസിബ സ്റ്റേഷനിലുണ്ടായിരുന്നത്. എല്ലാത്തിനും തെളിവും ഓഡിയോ റെക്കോർഡുമുണ്ട്. ഇതെല്ലാം മുൻനിർത്തിയാണ് ACPയുടെ റിപ്പോർട്ട്. ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ നൽകിയ പരാതിയും പോലീസ് തള്ളി. പരാതിക്ക് പിന്നിൽ വർഗീയ അജണ്ടയുണ്ടെന്നും അൻസിബയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും ലക്ഷ്മിപ്രിയ.
അൻസിബയുടെ പിന്നിൽ കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. എനിക്ക് എന്താണോ വന്നിട്ടുള്ളത്, അൻസിബയിൽ നിന്നും എനിക്ക് എന്താണോ നേരിട്ടിട്ടുള്ളത്, ആ കാര്യം വെറും 4 വരിയിൽ ഞാൻ പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പുതിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പൊതു സമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിൽ വലിയൊരു വിവാദമാക്കി കൊണ്ടുവന്നതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും കൃത്യമായ അജണ്ടയുണ്ട്. അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അൻസിബ കോടതിയെ സമീപിച്ചോട്ടെ, പക്ഷേ ഞാൻ എന്താണെങ്കിലും 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ തന്നെ എൻ്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആണ്, അദ്ദേഹം മുഖാന്തരം നാളെ തന്നെ ഞാൻ 10 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുകയാണ്. പോലീസ് നടപടിയിൽ പ്രതിഷേധമുയർത്തിയ അൻസിബ തന്റെ മൗലികാവകാശങ്ങൾ ലംഘിച്ച നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും പ്രതികരിച്ചു. എന്റെ ഫണ്ടമെന്റൽ റൈറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാനെന്ന വ്യക്തിക്ക് ഇന്ത്യയിൽ അവർ 3 പേർക്കും എന്തൊക്കെ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടോ അതെല്ലാമുള്ള എന്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് അന്ന് അവിടെ ചോദ്യം ചെയ്യൽ നടത്തിയത്. അതെന്റെ ഫണ്ടമെന്റൽ റൈറ്റിനെയാണ് ചോദ്യം ചെയ്തത്. എന്റെ മൗലിക അവകാശത്തെ ചോദ്യം ചെയ്തതിന് പോലീസുകാർക്ക് തെറ്റൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കുന്നതായിരിക്കും. കാരണം എന്റെ മൗലിക അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. എന്റെ മൗലിക അവകാശമാണത്. അതേസമയം ടിനി ടോമിനെതിരെ അൻസിബ നൽകിയ പരാതിയിൽ മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയ കടവന്ത്ര പോലീസ് മൊഴിപ്പകർപ്പ് ACPക്ക് അയച്ചു കൊടുത്തു. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മുന്നോട്ടു പോകുമെന്നും പോലീസ് വ്യക്തമാക്കി. കൊച്ചി. നിങ്ങൾ വിദേശ പഠനവും ജോലിയും സ്വപ്നം കാണുന്നവരാണോ? ഇങ്ങനെ ഒരു പരസ്യം കണ്ടാൽ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലേ? മലയാളികളുടെ ഈ ആഗ്രഹങ്ങളെ ചൂഷണം ചെയ്യുന്നവരാണ് പല റിക്രൂട്ട്മെന്റ് ഏജൻസികളും. കോട്ടയം കൂട്ടിക്കലിൽ ഇങ്ങനെ തട്ടിപ്പിനിരയായ ഒട്ടേറെ യുവാക്കളുണ്ട്. കൂട്ടിക്കലിൽ വിസ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ പ്രതി അനീഷ് ഉമ്മർ അറസ്റ്റിലായി. ദിവസങ്ങൾ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ കോഴിക്കോട് നിന്നാണ് ഇയാളെ പിടികൂടിയത്. വിവിധ ജില്ലകളിൽ അനീഷിനെതിരെ നിരവധി പരാതികളാണുള്ളത്. കുട്ടിക്കൽ SBI ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വന്ന ഓർക്കിഡ് കൺസൾട്ടൻസിക്കെതിരെയാണ് വ്യാപകമായ പരാതി ഉയർന്നത്. 100-ലധികം പേരാണ് വിസ തട്ടിപ്പ് പരാതിയുമായി രംഗത്ത് വന്നത്. കോട്ടയത്തിന് പുറമെയുള്ള വിവിധ ജില്ലകളിലും തട്ടിപ്പിനിരയായവർ പരാതി നൽകി. ഇതിന് പിന്നാലെയാണ് പോലീസ് സ്ഥാപന ഉടമ അനീഷ് ഉമ്മറിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങിയത്. കോഴിക്കോട് നിന്നാണ് പ്രതി പിടിയിലായത്. വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിസ സംഘടിപ്പിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളാണ് ഇയാൾ ഓരോരുത്തരിൽ നിന്നും വാങ്ങിയെടുത്തത്. തട്ടിപ്പിനിരയായ 130ഓളം പേർ ചേർന്ന് വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു. ഇതോടെയാണ് സംഭവത്തിന്റെ വ്യാപ്തി പുറത്തുവന്നത്. അറസ്റ്റിലായ പ്രതി അനീഷ് ഉമ്മറിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. 15 ലക്ഷം രൂപ വരെ ഇയാൾ ആളുകളിൽ നിന്ന് വാങ്ങിയെടുത്തിട്ടുണ്ടെന്നാണ് ലഭ്യമായ വിവരം. വിസ തട്ടിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് മുണ്ടക്കയം പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 കോട്ടയം. കാഴ്ചയിൽ മാന്യൻ, നല്ല തണ്ടും തടിയും ആരോഗ്യവുമുണ്ട്. പക്ഷേ ആൾക്ക് അധ്വാനിക്കാൻ മടിയ, പകരം മോഷണമാണ് പണി. കേരളത്തിലുടനീളം കറങ്ങി നടന്ന് കവർച്ച നടത്തി ആഡംബര ജീവിതം നയിക്കുന്നതാണ് രീതി. മലപ്പുറം അമരമ്പലത്തെ കുപ്രസിദ്ധ മോഷ്ടാവ് അബ്ദുൾ റഷീദിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുന്നതിൽ അതിവിദഗ്ധൻ. ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആരും അറിയാതെ മൊബൈൽ തട്ടിയെടുക്കും. പെരുമ്പാവൂരിൽ മോഷണം നടത്തിയ കേസിൽ പ്രതി ഒടുവിൽ പിടിയിലായി. കോടനാട് 3 പേരുടെ ഫോണുകൾ കവർന്ന കേസിലാണ് അറസ്റ്റ്. കഴിഞ്ഞ മെയ് 20-ാം തീയതി പുലർച്ചെ കൂവപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന
അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്തു നിന്നും 3 പേരുടെ മൊബൈൽ ഫോണുകളാണ് ഇയാൾ കവർന്നത്. 25,000 രൂപ വീതം വില വരുന്നതാണ് ഓരോ ഫോണും. ഫോൺ നഷ്ടപ്പെട്ടവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത കോടനാട് പോലീസ് അന്വേഷണം നടത്തി വരവെ പെരുമ്പാവൂർ ടൗണിൽ നിന്നും പ്രതിയെ പിടികൂടുകയായിരുന്നു. ഇയാൾ സമാനമായ 23 മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. CCTV ദൃശ്യങ്ങളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇയാൾ കൂടുതലായും മോഷണങ്ങൾ നടത്തിയത്. എറണാകുളം ജില്ലയിൽ ഇത് ആദ്യത്തെ കേസാണെന്നും പോലീസ് വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കറങ്ങി നടന്ന് മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി. സാധാരണ ബാഗിൽ തനിക്ക് ആവശ്യമായ വസ്ത്രങ്ങളുമായി ഇറങ്ങുന്ന പ്രതി മോഷണം നടത്തുന്നതിനുള്ള സ്ഥലങ്ങൾ മുൻകൂട്ടി കണ്ടുവെക്കും. അതിനുശേഷം മോഷണം നടത്തി ലഭിക്കുന്ന മൊബൈൽ ഫോണുകൾ കുറഞ്ഞ വിലയ്ക്ക് പലയിടങ്ങളിൽ വിൽപ്പന നടത്തുകയാണ് പതിവ്. ഇയാൾക്കെതിരെ മലപ്പുറം ജില്ലയിൽ കാപ്പ ചുമത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പെരുമ്പാവൂർ. സംസ്ഥാനത്തെ അടിമുടി ഇളക്കി മറിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാൻ. തിരുവനന്തപുരത്തും കൊച്ചിയിലും മലപ്പുറത്തും വൻ ലഹരി വേട്ടയാണ് നടന്നത്. MDMA-യും കഞ്ചാവും ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കണ്ടെടുത്തു. മലപ്പുറം ജില്ലയിൽ ഒരാഴ്ചക്കിടെ 139 കേസുകളിലായി 165 പേരെ പിടികൂടി. പാലക്കാട് കഞ്ചാവുമായി 2 ഒഡീഷ സ്വദേശികളെ അറസ്റ്റ് ചെയ്തു. വരും ദിവസങ്ങളിലും വ്യാപക പരിശോധന തുടരുമെന്നാണ് പോലീസ് പറയുന്നത്. മലപ്പുറം ജില്ലയെ അടിമുടി ഇളക്കിമറിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാൻ. ചുരുങ്ങിയ ദിവസങ്ങൾക്കകം മാരക മയക്കുമരുന്നിന്റെ അടക്കം വൻ ശേഖരമാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പിടിച്ചെടുത്തത്. MDMA, ഹാഷിഷ് ഓയിൽ, കഞ്ചാവ്, നിരോധിത പുകയിലുൽപ്പന്നങ്ങൾ എന്നിവയടക്കം പിടിച്ചെടുത്തു. 139 കേസുകളിലായി 165 പേരെ അറസ്റ്റ് ചെയ്തതായി നാർക്കോട്ടിക് സെൽ DYSP സിബി, തിരൂർ DYSP AM സിദ്ദിഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് നമ്മൾ ജില്ലയിൽ ഇതുവരെ നമ്മൾ 139 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ കണ്ടിട്ട് ഏതാണ്ട് 165 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 95 ഗ്രാമോളം MDMA സീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെത്താഫിറ്റാമിൻ 1 ഗ്രാം സീസ് ചെയ്തു. ഈ ചുരുങ്ങിയ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏതാണ്ട് 3/4 കിലോയോളം ഗഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഹാഷിഷ് ഓയിൽ കൂടാതെ 1.82 ഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു സംഭവങ്ങൾ നമ്മുടെ ജില്ലയിൽ നിന്ന് അതായത് ഇവിടെ കൊണ്ടുവരുന്ന പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. 95 ഗ്രാം MDMA, 3/4 കിലോയോളം കഞ്ചാവ്, 1.82 ഗ്രാം ഹാഷ് ഓയിൽ എന്നിവ പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ ഉൾപ്പെടുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് രാത്രികാലങ്ങളിൽ പ്രത്യേക പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നെടുമങ്ങാട് തച്ചരുകോണത്താണ് കഞ്ചാവുമായി 3 പേർ പിടിയിലായത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതാണ് കഞ്ചാവെന്ന് പോലീസ് പറഞ്ഞു. നെടുമങ്ങാട് സ്വദേശികളായ നൌഫൽ, ശരത് വിനോദ്, മുഹമ്മദ് റാഷിദ് എന്നിവരാണ് പിടിയിലായത്. എറണാകുളം ചേരാനെല്ലൂർ കുന്നുംപുറത്തിന് സമീപത്ത് നിന്നും 3 കിലോ കഞ്ചാവുമായി അൻവർ ഹുസൈൻ എന്ന പശ്ചിമബംഗാൾ സ്വദേശി പിടിയിലായി. ഡാൻസ് ഓഫ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ 5.69 കിലോഗ്രാം കഞ്ചാവുമായി 2 പേരെ പിടികൂടി. ഒഡീഷ സ്വദേശികളായ വാൽമീകി കഹ്നർ, ആശിഷ് കുമാർ ദിഗൽ എന്നിവരാണ് പിടിയിലായത്. വരും ദിവസങ്ങളിലും സംസ്ഥാന വ്യാപകമായി പരിശോധന തുടരും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും വ്യക്തി ജീവിതത്തിൽ മാതൃക പുലർത്തേണ്ടവരാണ്. ചെറിയ വീഴ്ചകൾ മതി അവരുടെ രാഷ്ട്രീയ ഭാവി പോലും ഇല്ലാതാകാൻ. പാലക്കാട് ദളിത് യുവതിയെ ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് സി വത്സന് കൗൺസിലർ സ്ഥാനം നഷ്ടമാകും. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് അവധി നൽകണമെന്ന അപേക്ഷ പാലക്കാട് നഗരസഭാ കൗൺസിൽ തള്ളി. പ്രശോഭിന്റെ രാജി ആവശ്യപ്പെട്ട് LDF BJP കൗൺസിലർമാർ രംഗത്ത് വന്നത് യോഗത്തിൽ ബഹളത്തിന് കാരണമായി. കോൺഗ്രസ് കൗൺസിലറായ പ്രശോഭിനെതിരെ ഇക്കഴിഞ്ഞ മാർച്ച് മാസം 27-നാണ് ലൈംഗിക പീഡന പരാതി ഉയർന്നത്. ജോലി വാഗ്ദാനം ചെയ്ത് സൗഹൃദം നടിച്ച പ്രശോഭ് ബലാത്സംഗം ചെയ്തുവെന്നും ഉന്നത കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നുമാണ് യുവതിയുടെ പരാതി. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് ടൗൺ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിനിടെ പ്രതി ഒളിവിൽ പോയി. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മണ്ണാർക്കാട് കോടതിയിലും ഹൈക്കോടതിയിലും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും പ്രശോഭിന് അനുകൂലമായ വിധിയുണ്ടായില്ല. ഇതോടെ മെയ് 27-ന് പ്രശോഭ് ടൗൺ പോലീസിന് മുമ്പാകെ കീഴടങ്ങുകയായിരുന്നു. നിലവിൽ പ്രതി റിമാൻഡിലാണ്. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് അവധി നൽകണമെന്ന പ്രശോഭിന്റെ അപേക്ഷ പാലക്കാട് നഗരസഭാ കൗൺസിൽ തള്ളി. പ്രശോഭിന്റെ രാജി ആവശ്യപ്പെട്ട് LDF BJP കൗൺസിലർമാർ രംഗത്ത് വന്നു. അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഈ കൗൺസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വൈകി വരുന്ന ആളുകൾക്ക് അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ അനുവാദം കൊടുക്കരുതെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കേണ്ട കാരണം. പക്ഷേ കോടതി ആ അപേക്ഷ തള്ളിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചെയർമാൻ, വിഷയം അദ്ദേഹത്തിന്റെ ലീവ് ലെറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 മാസം തുടർച്ചയായിട്ട് ഒരു കൗൺസിൽ ഹാജരാവുന്നില്ലെങ്കിൽ, തുടർച്ചയായ 3 കൗൺസിലിൽ അദ്ദേഹം ഹാജരാവുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാവും. തുടർച്ചയായി 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നാൽ അയോഗ്യത വരും. പാലക്കാട് നഗരസഭാ സെക്രട്ടറി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിവരമറിയിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അയോഗ്യനാക്കേണ്ടത്. ലൈംഗിക പീഡന പരാതി ഉയർന്നതിന് പിന്നാലെ കോൺഗ്രസ് പ്രശോഭിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. കുന്നത്തൂർമേട് വാർഡിലെ കൗൺസിലറാണ് പ്രശോഭ്. ന്യൂസ് 18 പാലക്കാട്. മനുഷ്യൻ ജനിച്ച നാൾ മുതൽ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷം. കൂടുതൽ പണം കിട്ടിയാൽ, നല്ല ജോലി നേടിയാൽ, ഇഷ്ടപ്പെട്ടയാളെ പങ്കാളിയാക്കിയാൽ ജീവിതത്തിൽ പൂർണ്ണമായും സന്തോഷമുണ്ടാകുമോ? ഒരു കാര്യം നേടുമ്പോൾ കുറച്ചു കാലത്തേക്ക് നമ്മൾ സന്തുഷ്ടരായിരിക്കും. പിന്നീട് മറ്റു പല ആഗ്രഹങ്ങളും കടന്നു വരും. അത് കിട്ടാതെ വരുമ്പോൾ നിരാശരാകും. പണത്തിലും പ്രശസ്തിയിലും ബന്ധങ്ങളിലും സന്തോഷം തേടുന്നവരുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എവിടെയാണ് സന്തോഷമെന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്? നമ്മൾക്കുള്ളതിനെ നന്ദിയോടെ സ്വീകരിക്കുമ്പോൾ, നഷ്ടപ്പെട്ടതിനെ സമാധാനത്തോടെ വിട്ടുകൊടുക്കുമ്പോൾ, ഇന്നുള്ള നിമിഷത്തെ ഹൃദയത്തോട് ചേർക്കുമ്പോൾ കിട്ടുന്നതാണെന്നേ സന്തോഷം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.